നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. ഇന്നലെ പോസ്റ്റ് ചെയ്ത ക്ഷേത്രനഗരിയുടെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോ. ഗംഗൈകൊണ്ട ചോളാപുരം ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ ഈ യാത്ര. കൂടാതെ ചിദംബരം, തഞ്ചാവൂർ എന്നീ സ്ഥലങ്ങളിലെ ലോകപ്രശസ്തമായ ക്ഷേത്രങ്ങളും നമുക്ക് പരിചയപ്പെടാം. ചരിത്രത്തിൻ്റെ ഏടുകളിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു മഹാത്ഭുതം, അതാണ് ഗംഗൈകൊണ്ട ചോളാപുരം ക്ഷേത്രം. ഈ ലോക പൈതൃക കേന്ദ്രം തമിഴ്നാട്ടിലെ അരിയല്ലൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗംഗാനദി വരെ പട നയിച്ച് വിജയം കൈവരിച്ചതിൻ്റെ സ്മരണയ്ക്കായി ചോള ചക്രവർത്തിയായ രാജേന്ദ്ര ചോളൻ ഒന്നാമൻ പണി കഴിപ്പിച്ച ഈ ക്ഷേത്രം ഒരു കാലത്ത് ചോള സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാദേവനായ ബൃഹദീശ്വരൻ ആണ്. ഏകദേശം 18 അടിയിലധികം ഉയരമുള്ള ബൃഹത്തായ ശിവലിംഗമാണ് ഇവിടെ കിഴക്ക് ദർശനമായി കുടികൊള്ളുന്നത്. ചരിത്രപരമായ പ്രാധാന്യത്തോടൊപ്പം ചോള ശില്പകലയുടെയും മതപരമായ ഭക്തിയുടെയും മകുടോദാഹരണമാണ് ഇവിടുത്തെ ഓരോ കൽരൂപങ്ങളും. കല്ലിൽ കൊത്തിയെടുത്ത കവിത എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇതിൻ്റെ ഓരോ ശില്പങ്ങൾക്കും ഓരോ കഥ പറയാനുണ്ട്. 1000 വർഷത്തിലധികം പഴക്കമുള്ള ഈ പൈതൃക കേന്ദ്രത്തിൻ്റെ മനോഹരമായ ഗോപുരങ്ങളെക്കുറിച്ചും അതുല്യമായ വസ്തുവിദ്യാ ശൈലിയെക്കുറിച്ചും മറഞ്ഞിരിക്കുന്ന ചരിത്രത്തെക്കുറിച്ചും നമുക്ക് അടുത്തറിയാം. നമ്മളിപ്പോൾ ചോളന്മാരുടെ പൈതൃകത്തിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുന്നു. നമുക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നത് സൗന്ദര്യത്തിന് പ്രാധാന്യം നൽകി താരതമ്യേന ഉയരം കുറഞ്ഞ പ്രധാന ഗോപുരമാണ്. ഗോപുരം കടന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ക്ഷേത്രത്തിലെ വിവിധ ചടങ്ങുകൾ നടന്നിരുന്ന വിശാലമായ മഹാമണ്ഡപത്തിലേക്കാണ്. ഇതിലെ തൂണുകളിൽ കൊത്തിവെച്ച ശില്പങ്ങൾ ചോള കാലഘട്ടത്തിലെ വാസ്തുവിദ്യയുടെ പൂർണ്ണത വിളിച്ചോതുന്നു. ഇനി നാം കാണുന്നത് ഏകദേശം 13.5 അടി ഉയരമുള്ള ബൃഹത്തായ നന്ദി വിഗ്രഹമാണ്. പ്രധാന പ്രതിഷ്ഠയായ ബൃഹദീശ്വരനെ നോക്കി ഭക്തിയോടെ നിൽക്കുന്ന ഈ നന്ദി ക്ഷേത്രത്തിൻ്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്നു. നന്ദിക്ക് പിന്നിലായി മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന ശ്രീകോവിലിന് മുകളിലുള്ള ഗോപുരം ശ്രദ്ധിക്കുക. തഞ്ചാവൂരിലെ ക്ഷേത്രത്തേക്കാൾ അല്പം ഉയരം കുറവാണെങ്കിലും ഇതിൻ്റെ വളഞ്ഞ രൂപകൽപ്പനയാണ് ഈ ക്ഷേത്രത്തിന് ദക്ഷിണമേരു എന്ന വിശേഷണം നേടിക്കൊടുത്തത്. പ്രധാന മണ്ഡപം കടന്ന് നമ്മൾ എത്തുന്നത് 18 അടിയിലധികം ഉയരമുള്ള ബൃഹത്തായ ശിവലിംഗം കുടികൊള്ളുന്ന ശ്രീകോവിലിനടുത്താണ്. ഭക്തിയോടെ തൊഴുത് ചോള ചക്രവർത്തിയുടെ വിജയ സ്മാരകമായ ഈ മഹാവിസ്മയം മനസ്സിൽ പതിപ്പിക്കുക. ചോളന്മാരുടെ ഈ മഹാവിസ്മയം സന്ദർശിക്കുന്ന ഭക്തർക്ക് തങ്ങളുടെ ദർശനം കൂടുതൽ സുഗമമാക്കാൻ ഈ നിർദ്ദേശങ്ങൾ പാലിക്കാവുന്നതാണ്. ശ്രീകോവിലിനകത്ത് വെച്ചുള്ള വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും കർശനമായി നിരോധിച്ചിരിക്കുന്നു. പുറംഭാഗത്തെ ശില്പങ്ങൾ ചിത്രീകരിക്കുമ്പോൾ പുരാവസ്തു വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക. ക്ഷേത്രത്തിൻ്റെ പവിത്രത മാനിച്ച് മാന്യമായ വസ്ത്രങ്ങൾ ധരിച്ച് മാത്രം പ്രവേശിക്കുക. 1000 വർഷം പഴക്കമുള്ള ശില്പങ്ങൾ കേടുവരാതിരിക്കാൻ അവയിൽ സ്പർശിക്കുന്നത് ഒഴിവാക്കുക. ക്ഷേത്രപരിസരം വൃത്തിയായി സൂക്ഷിക്കുക. മാലിന്യം വലിച്ചെറിയാതിരിക്കുക. ക്ഷേത്രമുറ്റം കല്ലുപാകിയതിനാൽ ഉച്ചസമയങ്ങളിൽ നല്ല ചൂടുണ്ടാകും. കാൽ പൊള്ളാതിരിക്കാൻ സോക്സുകൾ ധരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങളിപ്പോൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് കാണുന്നതൊന്നും ഷൂട്ട് ചെയ്ത് പുറംലോകം കാണിക്കാൻ എനിക്ക് അനുവാദമില്ലാത്തതുകൊണ്ട് ഇതുപോലെ നിങ്ങൾക്കൊന്ന് കണ്ണോടിച്ച് കാണാവുന്നതാണ്. അത്രയേ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള അനുവാദം അവർ തന്നിട്ടുള്ളൂ. ഇതും അനുവാദം ഇല്ലാതെ ഞാൻ എടുത്ത ഒരു രംഗമാണ്, അതുകൊണ്ട് ക്ഷമിക്കുക. ഇനി നമുക്ക് പുറംഭാഗത്തെ ഷൂട്ടിംഗ് മാത്രം കണ്ട് നിർവൃതി അടയാം.
ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. അടുത്ത യാത്ര ചിദംബരം തില്ലൈ നടരാജ ക്ഷേത്രത്തിലേക്കാണ്. നമുക്ക് ക്ഷേത്രത്തിലെത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഞങ്ങൾ ഇവിടെ ചിദംബരത്ത് എത്തിയിട്ടുണ്ട്. ഓരോ ചായ കഴിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാം എന്ന് കരുതുന്നു. ഞങ്ങൾ ഇപ്പോൾ പ്രകൃതിയിലെ 5 അടിസ്ഥാന ഘടകങ്ങളെ പ്രതിനിധീകരിക്കുന്ന പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ഒന്നായ അതിപുരാതനമായ ചിദംബരം തില്ലൈ നടരാജ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പുണ്യഭൂമി ശിവൻ്റെ ആനന്ദ താണ്ഡവം നടന്ന സ്ഥലമായി കണക്കാക്കപ്പെടുന്നു. മറ്റ് ക്ഷേത്രങ്ങളിൽ ശിവനെ ലിംഗരൂപത്തിൽ ആരാധിക്കുമ്പോൾ ഇവിടെ നടരാജ രൂപത്തിലുള്ള മനുഷ്യാകാരമായ പ്രതിഷ്ഠയാണ് പ്രധാന പ്രത്യേകത. ഈ ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യയും ചരിത്രപരമായ പ്രാധാന്യവും നമ്മെ വിസ്മയിപ്പിക്കും. ക്ഷേത്ര സമുച്ചയത്തിൽ നടരാജൻ്റെ പ്രധാന ശ്രീകോവിലിന് പുറമെ ശിവകാമി അമ്മൻ, ഗണപതി, മുരുകൻ എന്നിവർക്കായി പ്രത്യേക സന്നിധികളുണ്ട്. ഭക്തർക്ക് മുന്നിലുള്ള പ്രധാന കാഴ്ച ആനന്ദ താണ്ഡവമാടുന്ന നടരാജമൂർത്തിയാണ്. ഈ നൃത്തം സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധനം, അനുഗ്രഹം എന്നീ പഞ്ചകൃത്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. നടരാജ വിഗ്രഹത്തിൻ്റെ സമീപം തിരശ്ശീല മാറ്റിയാൽ കാണുന്ന രൂപമില്ലാത്ത ശൂന്യമായ ഇടം ശിവൻ്റെ സാന്നിധ്യം ആകാശമായി ഇവിടെ കുടികൊള്ളുന്നു എന്നതിൻ്റെ പ്രതീകമാണ്. കർട്ടനുകൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം രൂപമില്ലാത്ത ദൈവീകതയുടെ മഹത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. 1000 തൂണുകളോടുകൂടിയ ഈ നൃത്തമണ്ഡപം വാസ്തുവിദ്യയുടെ അത്ഭുതമാണ്. ഇവിടെയാണ് പ്രധാന ഉത്സവങ്ങളിൽ നടരാജ വിഗ്രഹം എഴുന്നള്ളിച്ച് വയ്ക്കുന്നത്. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് ദിശകളിലായുള്ള 4 വലിയ ഗോപുരങ്ങളും അതിമനോഹരമായ ശില്പങ്ങളാൽ അലങ്കരിച്ചവയാണ്. ഓരോ ഗോപുരത്തിലും 108 ഭരതനാട്യ കരണങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതാണ് പുണ്യതീർത്ഥക്കുളം. ഇതൊരു പുണ്യസ്ഥലമാണ്. എല്ലാവരും ശാന്തതയും ഭക്തിയും പാലിക്കുക, ഉച്ചത്തിലുള്ള സംസാരം ഒഴിവാക്കുക, മാന്യമായി വസ്ത്രധാരണ രീതികൾ പാലിക്കുക. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലും ശ്രീകോവിലിൻ്റെ സമീപത്തും മൊബൈൽ ഫോൺ ഉപയോഗവും ഫോട്ടോ വീഡിയോ ചിത്രീകരണവും പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വിശദീകരിച്ച രംഗങ്ങളൊന്നും ചിത്രീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പുറത്ത് നല്ല മഴ പെയ്യുകയാണ്. ഞങ്ങൾക്ക് ഇനി തിരിച്ച് റൂമിലേക്ക് പോകേണ്ടതുണ്ട്. 1 മണിക്കൂറോളം യാത്രയുണ്ട്. ഇനി വരാൻ പോകുന്ന ക്ഷേത്രം തഞ്ചാവൂരിലെ ലോകപ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അതെ, ഇന്നലത്തെ രാത്രി ഡിന്നറിന് ശേഷം നല്ലൊരു ഉറക്കം. ഇപ്പോൾ സമയം 7:30 AM. ഞങ്ങൾ ഒരു പുതിയ യാത്രയ്ക്കായി തയ്യാറെടുത്തിരിക്കുകയാണ്. ആ യാത്രയുടെ കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതാ ഇവിടുത്തെ ഹോട്ടൽ ക്യാൻറ്റീനിലെ രുചികരമായ ഒരു പ്രഭാത ഭക്ഷണ കാഴ്ചകൾ.
അങ്ങനെ ഞങ്ങളിതാ ഇന്നത്തെ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. 1.5 മണിക്കൂറാണ് യാത്രാദൈർഘ്യം എന്നിവർ പറയുന്നു. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്ന ബൃഹദീശ്വര ക്ഷേത്രം ലോകപ്രശസ്തമായ ഒരു മഹാക്ഷേത്രമാണ്. അതിൻ്റെ തലയെടുപ്പും 1000-ലധികം വർഷത്തെ പഴക്കവും അതുല്യമായ വാസ്തുവിദ്യയും ഈ ക്ഷേത്രത്തെ ദക്ഷിണമേരു എന്നും ബിഗ് ടെമ്പിൾ എന്നും വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഒരു ചരിത്ര വിസ്മയമാക്കി മാറ്റുന്നു. ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ രാജവംശങ്ങളിലൊന്നായ ചോള രാജവംശത്തിലെ ചക്രവർത്തിയായിരുന്ന രാജരാജ ചോളൻ ഒന്നാമനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ചോളന്മാരുടെ ഭരണകാലഘട്ടത്തിലെ ഏറ്റവും വലിയ വാസ്തുവിദ്യാ നേട്ടമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ്. നമ്മൾ നേരെ പോകുന്നത് തഞ്ചാവൂരാണ്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന വലിയ ടെമ്പിൾ, ബിഗ് ടെമ്പിൾ, വലിയ കോയിൽ എന്നൊക്കെ അറിയപ്പെടുന്ന ടെമ്പിളാണ് ബൃഹദീശ്വര ക്ഷേത്രം തഞ്ചാവൂർ. പൂർണ്ണമായും ദ്രാവിഡ വാസ്തുവിദ്യയുടെ ഉത്തമോദാഹരണമാണ് ഈ ക്ഷേത്രം. ചോളന്മാരുടെ ശില്പകലയുടെയും വാസ്തുവിദ്യയുടെയും മകുടോദാഹരണമായി ഇത് കണക്കാക്കപ്പെടുന്നു. മുഖ്യപ്രതിഷ്ഠ ശിവനാണ്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതാണ്. ബാക്കി വിശേഷങ്ങൾ ക്ഷേത്രത്തിൽ എത്തിയിട്ട് ആവാം. അങ്ങ് ദൂരെ കാണുന്നതാണ് ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ കവാടം. ഏതായാലും നമുക്ക് അവിടെ ചെന്നിട്ട് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. രണ്ടാമത്തെ കവാടത്തിന് പിന്നിലായി കാണുന്നതാണ് ബൃഹദീശ്വര ക്ഷേത്രം. മുകളിൽ ഒരു താഴികക്കുടം തെളിഞ്ഞ് നിൽക്കുന്നതായി നിങ്ങൾക്കവിടെ കാണാം.
ഇതാ ക്ഷേത്രത്തിന് അകത്തേക്ക് കടക്കുകയാണ് കേട്ടോ. ഞങ്ങൾ രണ്ടാമത്തെ ക്ഷേത്ര കവാടവും കടന്ന് ഉള്ളിലേക്ക് വീണ്ടും പോവുകയാണ്. ഇവിടെ ചെരുപ്പ് സൂക്ഷിക്കാനായിട്ട് ഒരു കൗണ്ടറുണ്ട്. നമുക്ക് ചെരുപ്പുകളെല്ലാം വളരെ ഭദ്രമായി അവിടെ സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. ആ കൗണ്ടറിൻ്റെ അടുത്തേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. കവാടങ്ങൾ പിന്നിട്ടുകൊണ്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് തഞ്ചാവൂരിലെ ബൃഹദീശ്വരം ക്ഷേത്രത്തിൻ്റെ പ്രധാന കാഴ്ചയിലേക്കാണ്. മുന്നിൽ കാണുന്ന ഈ കാഴ്ച ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിൽ ഒന്നിനെ തൻ്റെ ഉള്ളിൽ വഹിക്കുന്ന യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ചോളന്മാരുടെ ഈ മഹാക്ഷേത്രമാണ്. ക്ഷേത്ര കവാടത്തിൻ്റെ കൊത്തുപണികൾ ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുന്ന ഭക്തജനങ്ങൾ സെൽഫി എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. കൗതുകകരമായ ഒരു കാഴ്ച തന്നെയാണിത്. ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ രാജവംശങ്ങളിൽ ഒന്നായ ചോള രാജവംശത്തിലെ ചക്രവർത്തിയായിരുന്ന രാജരാജ ചോളൻ ഒന്നാമനാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. ചോളന്മാരുടെ ഭരണകാലഘട്ടത്തിലെ ഏറ്റവും വലിയ വാസ്തുവിദ്യാ നേട്ടമായി ഇത് കണക്കാക്കപ്പെടുന്നു. ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം ഇതിൻ്റെ ശ്രീകോവിലിന് മുകളിലുള്ള താഴികക്കുടമാണ്. ഈ ഗോപുരത്തിന് 60 മീറ്ററിലധികം ഉയരമുണ്ട്. ഇത് പൂർത്തിയാക്കിയ സമയത്ത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടങ്ങളിൽ ഒന്നായിരുന്നത്രേ ഇത്. ഗോപുരത്തിൻ്റെ മുകളിൽ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത 80 ടൺ ഭാരമുള്ള ഒരു വലിയ കല്ലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതെങ്ങനെ ഇവിടെ സ്ഥാപിച്ചു എന്നത് ഇന്നും ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമായി നിലനിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ കരിങ്കൽ ഭിത്തിയിലും കൊത്തിവെച്ച കഥകളിലേക്ക് പ്രവേശിക്കാം. ക്ഷേത്രത്തിന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീഡിയോ എടുക്കുന്നത് അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ ഉള്ളിലെ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കരുത്. അത് നേരിട്ട് വന്ന് കണ്ടാൽ തന്നെ ആണ് അതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ട് ഉള്ളിലെ കാഴ്ചകൾ ഞാൻ ചിത്രീകരിക്കുന്നില്ല. ഈ ചിത്രീകരിച്ചത് തന്നെ എങ്ങനെയൊക്കെയോ ആരും അറിയാതെ വളരെ ബുദ്ധിമുട്ടിയാണ്. ശ്രീകോവിലിനുള്ളിൽ ഭക്തരെ ഭക്തിയുടെ ഉന്നതമായ തലത്തിലേക്ക് നയിക്കുന്ന ഭീമാകാരമായ ശിവലിംഗ പ്രതിഷ്ഠ ദർശിക്കാനാവും. പക്ഷേ വീഡിയോ എടുക്കാൻ അനുവാദമില്ലാത്തതുകൊണ്ട് അതിവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇവിടെ ചിലർ മൊബൈൽ ഓണാക്കി ക്യാമറ മുന്നിലേക്ക് തിരിച്ചു പോകുന്നത് നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ അത് അനുവദനീയമല്ല കേട്ടോ. അവർ കണ്ടാൽ ഒരുപാട് വഴക്ക് പറയും. ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴിയിലെ ഭിത്തികളിൽ ചോളന്മാരുടെ കാലഘട്ടത്തിലെ അപൂർവമായ ചുവർ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇത് പുരാണ കഥകളും ചോള സാമ്രാജ്യത്തിൻ്റെ ചരിത്രവും വരച്ചു കാട്ടുന്നു. ക്ഷേത്ര സമുച്ചയത്തിലെ ഉപദേവതാ ക്ഷേത്രങ്ങളും പുറം ഭിത്തികളിലെ നൃത്തമാടുന്ന ശില്പങ്ങളും ചോള കലാകാരന്മാരുടെ അതുല്യമായ വൈദഗ്ധ്യം വിളിച്ചോതുന്നതാണ്. ചോളന്മാരുടെ മികച്ച വാസ്തുവിദ്യാ വൈദഗ്ധ്യവും സാംസ്കാരിക പ്രാധാന്യവും കണക്കിലെടുത്ത് 1987 യുനെസ്കോ ഈ ക്ഷേത്രത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി.
ചുരുക്കി പറഞ്ഞാൽ തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം ചോള സാമ്രാജ്യത്തിൻ്റെ ശക്തിയും ദ്രാവിഡ വാസ്തുവിദ്യയുടെ സൗന്ദര്യവും അതുല്യമായ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും വിളിച്ചോതുന്ന കലാധിവർത്തിയായ ഒരു മഹാ അത്ഭുതമാണ്. അണിഞ്ഞ തട്ടങ്ങളിൽ വിശ്വാസം പലതാണെങ്കിലും ഈ മണ്ണിൽ നമ്മളൊന്ന്. സ്നേഹത്തിൻ്റെ ഈ ക്ഷേത്രത്തിൽ എല്ലാവർക്കും ഒരേ പ്രാർത്ഥന. മതമേതെന്ന ചോദ്യമില്ലാതെ മനസ്സ് നിറഞ്ഞ് തൊഴാൻ ഈ ദേവാലയം കാത്തിരിക്കുന്നു. ഇതാണ് യഥാർത്ഥ ഭാരതീയ സംസ്കാരം.
ശിവായ ഓം നമ 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 ശിവായ ശിവ ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ എന്തെങ്കിലും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അമർത്തി പോകാനും ഒട്ടും മടി കാണിക്കരുത്. ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് കടക്കാം. അടുത്തതായി നമ്മൾ പോകുന്നത് തഞ്ചാവൂർ പാലസിലേക്കാണ്. അപ്പോൾ ഇനി തഞ്ചാവൂർ പാലസിൽ എത്തിയതിന് ശേഷം നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കൂടി കണ്ടു മടങ്ങാം. ഞങ്ങളിപ്പോൾ ചരിത്രപരമായ ഒരു വലിയ കൊട്ടാര സമുച്ചയത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. തഞ്ചാവൂർ മറാത്ത പാലസ്. ഈ കൊട്ടാരം പണിതത് പ്രധാനമായും നായക് രാജാക്കന്മാരും അതിനുശേഷം മറാത്ത ഭരണാധികാരികളുമാണ്. 1674 മുതൽ 1855 വരെ തഞ്ചാവൂർ ഭരിച്ചിരുന്ന മറാത്ത രാജവംശമായ ബോൺസ്ലെ കുടുംബത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഇത്. ഇതിൽ നായക് മറാത്ത വാസ്തുവിദ്യാ ശൈലികളുടെ ഒരു സങ്കലനം കാണാം. വലിയ ഇടനാഴികകളും വിശാലമായ ഹാളുകളും ഫ്രെസ്കോ പെയിൻറ്റിങ്ങുകളോടുകൂടിയ ചുവരുകളും ഇതിൻ്റെ പ്രത്യേകതകളാണ്. കൊട്ടാരം ഒരു വലിയ സമുച്ചയമാണ്. പ്രധാനമായും സരസ്വതി മഹൽ എന്ന ലൈബ്രറി ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ ലൈബ്രറികളിൽ ഒന്നാണിത്. പുരാതന താളിയോല ഗ്രന്ഥങ്ങളുടെയും കയ്യെഴുത്ത് പ്രതികളുടെയും അമൂല്യ ശേഖരങ്ങൾ ഇവിടെയുണ്ട്. മറാത്ത രാജാക്കന്മാർ ഭരണകാര്യങ്ങൾ നടത്തിയിരുന്ന ദർബാർ ഹാൾ, മനോഹരമായ ചുവർ ചിത്രങ്ങളും അലങ്കാരപ്പണികളും ഇവിടെ കാണാം. ആർട്ട് ഗാലറി, രാജ സർഫോജി മെമ്മോറിയൽ ഹാൾ, പുരാതനമായ ചോള വെങ്കല പ്രതിമകളും കല്ലിൽ തീർത്ത ശില്പങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ആഴ്സണൽ ടവർ, ഗൂഢഗോപുരം. 8 നിലകളുള്ള ഈ ഗോപുരം ഒരു വാച്ച് ടവറായും ആയുധപ്പുരയായും ഉപയോഗിച്ചിരുന്നു. ഇതിൻ്റെ മുകളിൽ നിന്ന് നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാം. ബെൽ ടവർ, മാടമാളിക എന്നറിയപ്പെടുന്നു. 7 നിലകളുള്ള ഈ ഗോപുരം സമയം അറിയിക്കാനായി ഉപയോഗിച്ചിരുന്നു. ചോളന്മാർ, പാണ്ഡ്യന്മാർ, നായക്കുകൾ, മറാത്തികൾ എന്നിങ്ങനെ വിവിധ രാജവംശങ്ങളുടെ ചരിത്രം ഒളിപ്പിച്ചു വച്ചിട്ടുള്ള ഒരു നിധിശേഖരമാണ് ഈ കൊട്ടാരം. ഞങ്ങളുടെ ക്ഷേത്ര നഗരിയിലേക്കുള്ള യാത്ര ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾക്കായി കാത്തിരിക്കുക. അടുത്ത ട്രിപ്പ് പോകുന്നതുവരേക്കും നന്ദി, നമസ്കാരം.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പോകാൻ മറക്കരുത് കേട്ടോ.